ഹായ് എവരിവൺ, ഡീസാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യ കോഴ്സാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇതിനകത്ത് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ഞാൻ ഇതിനകത്ത് മെയിൻ ടോപ്പിക്സുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, സെക്കൻഡ് വൺ കണ്ടക്ഷൻ. കണ്ടക്ഷനകത്തെ മെയിൻ ഹെഡ്ലൈൻസുകളായിട്ട് വരുന്നത് ഫോറിയർ ലോ, ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻസ്, ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, നെക്സ്റ്റ് വൺ ഫിൻ. ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിന്നാണ്. ഫിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ക്വസ്റ്റ്യനകത്ത് നമ്മൾ കാണാറുള്ളത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ്റെ ചില പ്രോബ്ലംസുകളും വരാറുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കൺവെക്ഷൻ. കൺവെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ്, തെർമൽ ബൗണ്ടറി ലെയർ, ഡൈമെൻഷൻലെസ് നമ്പർ, ഡൈമെൻഷണൽ അനാലിസിസ്. തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ തിയറി പാർട്ടായിരിക്കും മിക്ക കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ളത് ഡൈമെൻഷൻലെസ് നമ്പേഴ്സും അനാലിസിസിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചസ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹെഡ്ലൈൻസുകൾ: ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, AMTD മെത്തേഡ്, LMTD മെത്തേഡ്, എഫക്റ്റീവ്നെസ്, NTU മെത്തേഡ്സ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് LMTDയും എഫക്റ്റീവ്നെസ് മെത്തേഡ്, അതായത് NTU മെത്തേഡുമാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രോബ്ലമാറ്റിക് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. ഇതിൻ്റെ ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടോപ്പിക് റേഡിയേഷൻ. റേഡിയേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനമായിട്ട് കണ്ടെത്തുള്ളത് കുറച്ച് തിയറി പാർട്ടാണ്, പിന്നുള്ളത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഷേപ്പ് ഫാക്ടേഴ്സുമാണ്. നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കുറേ ഡീറ്റെയിൽസ് അതിനകത്ത് പറയേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വാട്ടർ എടുക്കുകയാണെങ്കിൽ ആ വാട്ടറിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് കൊടുത്ത് അതിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് വ്യക്തികളെ സെലക്ട് ചെയ്യുന്നു. ഒരാൾ ഇതിനകത്തുള്ള വെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു മെറ്റൽ റോഡ് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാൾ. നെക്സ്റ്റ് വൺ, ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഈ വാട്ടർ ലെവലിൽ നിന്ന് പർട്ടിക്കുലർ ഹൈറ്റിൽ കൈ കാണിച്ചിരിക്കുന്നു, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ കൈയും വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ പ്രധാനമായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണിൽ, അതായത് ഈ റോഡ് വെച്ചിരിക്കുന്ന ആൾക്ക് കുറച്ച് ടൈം കഴിയുമ്പം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്ത് കുറച്ച് ടൈം കഴിയുമ്പം അവരുടെ കൈ സ്വാഭാവികമായിട്ടും കൂടുതൽ കൈവരിക്കും. ഇത് അവിടെ കാരണമായ പ്രോസസ്സ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നത് കണ്ടക്ഷനാണ്. അവിടെ നടക്കുന്നത് ഈ രണ്ട് പോയിന്റുകളിലെയും ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് കാണും. ഇവിടുത്തെ ഹൈ ടെമ്പറേച്ചറാണ്, ഇവിടുത്തെ ലോ ടെമ്പറേച്ചറാണ്. ഈ രണ്ട് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാരണം ഇവിടുള്ള ഹീറ്റ് എനർജി മോളിക്യൂൾസുകൾ വഴി തൊട്ട് മുകളിലുള്ള അതായത് നമ്മുടെ റോഡിൻ്റെ ലോ ടെമ്പറേച്ചർ പോർട്ടിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വ്യക്തി വെച്ചിരിക്കുന്നത് പർട്ടിക്കുലർ ഹൈറ്റിലാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചൂടായ വാട്ടർ കുറച്ച് ടൈം കഴിയുമ്പോൾ വേപ്പറൈസ് ചെയ്തിട്ട് ഈ വേപ്പർ മോളിക്യൂൾസ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ അപ്വേർഡായിട്ട് മൂവ് ചെയ്യും. അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യും. ഇതിനെയാണ് ബോയൻസി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് പരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈ സ്വാഭാവികമായിട്ടും ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഈ രണ്ട് കേസും ആണ് പ്രധാനമായിട്ടുള്ളത്. ആ സെക്കൻഡ് കേസ് പറഞ്ഞതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റേഡിയേഷൻ. റേഡിയേഷൻ ഒന്നുമില്ല, നമ്മൾ സാധാരണ പുറത്തിറങ്ങുമ്പോൾ നല്ല ഉച്ച സമയത്ത് പോകുകയാണെങ്കിൽ സൂര്യൻ അതിൻ്റെ സൺലൈറ്റ് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പതിക്കുകയും നമുക്ക് വളരെയധികം ഹീറ്റ് അനുഭവപ്പെടുകയും ചെയ്യണം. അവിടെ ഒരു മീഡിയത്തിൻ്റെ ഒരു എഫക്റ്റ് മീഡിയം ഇല്ലെങ്കിൽ പോലും ഇത് സാധ്യമാണ്. കാരണം ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകൾ എനർജി ക്യാരി ചെയ്ത ഈ വേവുകൾ നമ്മുടെ ശരീരത്തിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം മീഡിയത്തിൻ്റെ സഹായമില്ലാതെ നമ്മൾ ഏത് ബോഡി എടുത്താലും അങ്ങനെയാണ്. ഏത് ബോഡി എടുത്താലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഒരു ബോഡി അതിൽ നിന്നും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകളുടെ ഫോമിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോൾട്സിനകത്ത് ലിക്വിഡ്സ്, ഗ്യാസ് ഇവയിൽ എങ്ങനെയാണ് കണ്ടക്ഷൻ മെക്കാനിസം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് സോൾട്സിനകത്ത് മെയിനായിട്ടും ഒന്നുമില്ല, ലാറ്റിക്സ് വൈബ്രേഷനും ട്രാൻസ്പോർട്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇതാണ് ലാറ്റിക്സ് പോയിന്റുകൾ എന്താണെന്ന് ഉള്ളത്. ഓക്കെ, ഒരു എന്താ പറയുക,
ഒരു ബോക്സ് എടുത്ത് ഒരു സോളിഡ് പാർട്ട് എടുത്തു, ആ സോളിഡ് പാർട്ടിക്കിൾ എടുത്ത് അല്ലെങ്കിൽ സോളിഡ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ പാർട്ടിക്കിൾസ് ഒരു പർട്ടിക്കുലർ പോയിന്റുകൾ കുറേ പോയിന്റുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റുകൾ ഇരിക്കുന്ന പൊസിഷൻ വിളിക്കുന്ന പേരാണ് ലാറ്റിക്സ് പോയിന്റുകൾ. ഇനിയുള്ള ഈ ലാറ്റിക്സ് പോയിന്റിൽ ഇരിക്കുന്ന ഓരോ മോളിക്യൂൾസുകളുടെയും പ്രത്യേകം നോക്കാം. നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഹീറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള താഴത്തെ മോളിക്യൂൾസുകൾ പെട്ടെന്ന് ഈ എനർജി അബ്സോർബ് ചെയ്യും. അവിടെ തന്നെ അത്ര ആക്റ്റീവായിട്ട് എനർജി കിട്ടുന്നതിന് അവിടെ എന്തായാലും വൈബ്രേഷൻ നടത്തും. വൈബ്രേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂളിലേക്ക് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുവഴിയെ ഒരു സോളിഡ് പാർട്ടിക്കിളിനകത്തൂടെ ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പോകും. നെക്സ്റ്റ് വൺ എടുക്കുന്നത് നമ്മുടെ ഒരു ഗുഡ് കണ്ടക്ടർ, ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസുകൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനൊരു പർട്ടിക്കുലർ മോഷൻ സംഭവിക്കുകയും അത് തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂൾസ് എനർജി തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂൾസിലേക്ക് കണ്ടക്ട് ചെയ്ത് അവയുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺ മെക്കാനിസം കണ്ടക്ഷനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഫ്ലൂയിഡ്സിനകത്ത്, ലിക്വിഡ്സ് ഗ്യാസസിനകത്ത് എങ്ങനെയാണ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നുമില്ല, നമുക്കറിയാവുന്ന പോലെ കൊളിഷനും ഡിഫ്യൂഷനും തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ഒരു മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആണ് ഈ ലിക്വിഡ്സിനകത്തും ഗ്യാസിനകത്തും പ്രധാനമായിട്ടും കാണുന്നത്. അതായത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ആദ്യം കിട്ടുന്ന മോളിക്യൂൾസുകൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറുകയും ഈ എനർജി അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഇവയുടെ മൂവ്മെൻറ്റിന് കാരണമാവുന്നു. ഒരു പർട്ടിക്കുലർ ഹൈ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുകയും ലോ ടെമ്പറേച്ചറിലിരിക്കുന്ന ലോ കൈനറ്റിക് എനർജിയിലിരിക്കുന്ന മറ്റുള്ള മോളിക്യൂൾസുകളിലേക്ക് കൊളൈഡ് ചെയ്യുകയും എനർജി ട്രാൻസ്ഫർ ചെയ്യുകയും ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നടക്കുന്ന പ്രോസസ്സുകൾ. കണ്ടക്ഷൻ മെക്കാനിസം. നമ്മളിനി ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കുകയാണ് കൺവെക്ഷനെ കുറിച്ച്. ഇത് കൂടുതലായിട്ട് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. കൺവെക്ഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്: ഫോഴ്സ്ഡ് കൺവെക്ഷനും ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷനും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹോട്ട് പ്ലേറ്റ് ആണ്. നമുക്ക് കാണാം ഈ ഹോട്ട് പ്ലേറ്റിനെ. ആ ഹോട്ട് പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ TW ആണ്. അതിന് തൊട്ട് മുകളിൽ നമ്മൾ കാണുന്നത് ഒരു ഫാൻ അല്ലെങ്കിൽ ബ്ലോവർ വെച്ച് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. T ആൽഫ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറുള്ള ഒരു ഫ്ലൂയിഡ് മൂവ്. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ റിലേഷൻ നോക്കാം, റിലേറ്റിവിറ്റി നോക്കാം. ടെമ്പറേച്ചർ റിലേറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അതിൻ്റെ TW എന്ന് പറയുന്ന വാല്യൂ T ആൽഫയേക്കാൾ മുകളിലാണ്, അത് ഹയർ ആണ്. സ്വാഭാവികമായിട്ടും ഹോട്ടായിട്ടുള്ള പ്ലേറ്റിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് പോകുന്നു. ഈ ഫ്ലൂയിഡ് T ആൽഫയിലുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫാൻ അല്ലെങ്കിൽ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ VW എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ഈ മോളിക്യൂൾസ് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത്. ഈ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡ്സിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ, അതായത് ഏറ്റവും താഴത്തെ ലെയർ ഫ്ലൂയിഡ് ഹോട്ട് പ്ലേറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എയർ വഴി കോണ്ടാക്റ്റ് വരികയോ ചെയ്യുന്നു. അതുവഴി ഫസ്റ്റ് ലെയറിൽ ഒരു കണ്ടക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള ലെയറുകളിൽ കമ്പാരിറ്റീവ്ലി നടക്കുന്നത് ആ കണ്ടക്ഷൻ്റെ മറ്റൊരു, അതായത് ഒരു സ്ലിപ്പിംഗ് മൂവ്മെൻറ്റ് തൊട്ടടുത്തിരിക്കുന്ന മുകളിലുള്ള ലെയറിലേക്ക് എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ അനലിസിസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഹീറ്റിനെ ക്യാരി ചെയ്ത് മൂവ് ചെയ്യുന്നു. അതാണ് കൺവെക്ഷൻ പ്രോസസ്സ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബ്ലോവേഴ്സ് അല്ലെങ്കിൽ ഫാൻ ഉപയോഗിച്ച്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ്, ഫ്രീ ഓർ നാച്ചുറൽ കൺവെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹോട്ടായിട്ടുള്ള പ്ലേറ്റ് സെയിം കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല, ഫാനോ ബ്ലോവറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അവിടെ പർട്ടിക്കുലർ എയർ മീഡിയം ആണുള്ളത്. അവിടുത്തെ എയർ അല്ലെങ്കിൽ ആംബിയൻ്റ് എയറിൻ്റെ ടെമ്പറേച്ചർ ഈ ഹോട്ട് പ്ലേറ്റിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇവിടെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹോട്ട് പ്ലേറ്റിനോട് ചേർന്നിരിക്കുന്ന എയർ പാർട്ടിക്കിൾസ് ഹോട്ട് പ്ലേറ്റിനോട് ചേർന്നിരിക്കുന്ന എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ഡെൻസിറ്റി കുറയുകയും, അതായത് വോളിയം കൂടി, മാസ് ചേഞ്ച് അല്ല, വോളിയം കൂടി ഡെൻസിറ്റി കുറയുകയും, ഡെൻസിറ്റി കുറഞ്ഞ ഈ എയർ മോളിക്യൂൾസ്, ഹോട്ടായിട്ടുള്ള എയർ മോളിക്യൂൾസ് ഇങ്ങോട്ട് മുകളിലോട്ട് പാസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഏരിയയിലേക്ക് ഇവിടുള്ള തണുത്ത എയർസ്, ഇവിടുള്ള കമ്പാരിറ്റീവ്ലി റിലേറ്റീവ്ലി ടെമ്പറേച്ചർ കുറഞ്ഞ ഈ റീജിയനിലുള്ള എയർ ഈ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഹോട്ട് എയർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന പാർട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു
ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ആവുന്നു. ഈ ഒരു ഡെൻസിറ്റി ഡെൻസിറ്റി വേരിയേഷൻ മെക്കാനിസമാണ് ഇതിന് കാരണമാകുന്നത്. അതായത് ഇതിന് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് ഒരു ബോയിൻസി ഫോഴ്സ് ആണ്. ഇതിന് വിളിക്കുന്ന പേരാണ് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റേഡിയേഷൻ. റേഡിയേഷനെ കുറിച്ച് നാം പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള ഏത് ബോഡിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫോമിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്തെന്ന് വെച്ചാൽ 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ° ഒരു ബോഡിക്ക് ഇതിനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സെപ്ഷൻ ആണ്, എക്സെപ്ഷൻ കേസാണ് ഇത്. ബാക്കി ഏത് ബോഡി ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ബോഡി ആയാലും ഒരു തെർമൽ റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രം തരുന്നു. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ഡീറ്റെയിൽസും നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ പറയാം. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഹീറ്റ്, അതിന് കിട്ടുന്ന എനർജി, ഹീറ്റ് എനർജിയെ കണ്ടക്ട് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റിയെ കുറിച്ച് പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു അലോ ഹീറ്റ് എനർജി ടു കണ്ടക്ട് ത്രൂ ദാറ്റ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിലൂടെ കണ്ടക്ട് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ കേപ്പബിലിറ്റി വിളിക്കുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഈ തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോസ്റ്റായിട്ടും, അതായത് ഏകദേശം 30% കണ്ടക്ഷൻ നടക്കുന്നത് ലാറ്റിസ് മോളിക്കുലാർ ലാറ്റിക്സ് വൈബ്രേഷനിലൂടെയാണ്. മോളിക്കുലാർ ലാറ്റിക്സ് വൈബ്രേഷനിലൂടെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മിക്ക മെറ്റൽസും ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. പക്ഷേ ഒരു നോൺ മെറ്റലിന് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഒരു നോൺ മെറ്റലാണ് ഡയമണ്ട്. ഡയമണ്ട് തെർമൽ കണ്ടക്ടിവിറ്റി 2300 Wm/Kelvin. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഗേറ്റ് എക്സാമുകളിൽ നമ്മൾ ഇത് കാണാം. അടുത്തത് നെക്സ്റ്റ് വൺ മെർക്കുറി ആണ്. മെർക്കുറിയെ കുറിച്ച് പറയേണ്ടത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതൊരു ലിക്വിഡ് ആണെന്ന് അറിയാം. നമുക്കറിയാം ലിക്വിഡ് മെറ്റൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ലിക്വിഡാണിത് മെർക്കുറി. ഇതിന് ആണ് ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി ഉള്ള ലിക്വിഡ്സുകളിൽ വെച്ച് കമ്പാരിറ്റീവ്ലി ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ലിക്വിഡാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കെ വാല്യൂസ് നോക്കാം. ഡയമണ്ട് 2300 Wm/Kelvin, silver 405 Wm/Kelvin, copper 385, gold 319, aluminum 200, steel 70, range ആണ് കൊടുത്തിരിക്കുന്നത് 70 to 45. മെർക്കുറി ഇമ്പോർട്ടൻ്റ് ആണ് 8.3 Wm/Kelvin, water 0.61 Wm/Kelvin, air 0.026 Wm/Kelvin. ഇതിനകത്ത് റെഡ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കെ വാല്യൂസ് ആണ്, അത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് Fourier law of heat conduction. ഹീറ്റ് കണ്ടക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണിത്. നമുക്കറിയാം ഹീറ്റ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് ആണ് Q. അത് യൂണിറ്റ് ടൈമിൽ എത്ര എമൗണ്ട് ഹീറ്റ് അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണ് Q/T. H ഈസ് ഈക്വൽ ടു -KA ΔT/D. നമുക്കറിയാം ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ ആ റോഡിനകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഹീറ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ എൻഡ്, അതിൻ്റെ ഒരു എൻഡ് ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എടുക്കുന്ന ആ ലെങ്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഇപ്പം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ചെറിയ റോഡ് എടുക്കുന്നു, സെയിം ഹീറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഏതിലായിരിക്കും ആദ്യം ഹീറ്റ് എത്തുന്നത്? ഈ പോയിന്റിലായിരിക്കും ആദ്യം ഹീറ്റ് എത്തുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ആ ഹീറ്റ് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്ന വ്യക്തിക്ക് അവിടെ ഹോട്ട്നെസ് അനുഭവപ്പെടും. കാരണം ലെങ്ത് കുറവാണ്, ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസിൻ്റെ അളവ് കുറവാണ്. ഓക്കെ, അപ്പം ലെങ്ത് കുറയുന്നതനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് നമുക്ക് പിടികിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കത് നോക്കാം. H is inversely proportional to 1/D. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് എങ്ങനെയാണ് ഏരിയ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ റോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ ഇതിന് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ഏരിയ ക്രോസ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഹീറ്റ്
കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ ഇനിഷ്യൽ മോളിക്യൂൾസിൻ്റെ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മോളിക്യൂളർ ലെവലിലുള്ള എമൗണ്ട് വളരെ കൂടുതലായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മോളിക്യൂൾസുകൾ കൂടുതൽ അവൈലബിൾ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എച്ച് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസുകളാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്കറിയാം, T1 T2 എന്ന രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ആക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ചാൻസസ് കൂടും. അതായത് ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ ആണ് ഹീറ്റ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പം ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, അതായത് ഡെൽറ്റ ടി ബൈ ഡി യുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആയി വരുന്നു. ഇനി നെഗറ്റീവ് സൈൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡയറക്ഷൻ, അതായത് ഏത് ടെമ്പറേച്ചർ ഡയറക്ഷനിലാണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചറിലേക്ക് ആയിരിക്കും എന്ത് നടക്കുന്നത്, ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് എച്ച് എന്താണ് നമ്മൾ പറഞ്ഞു, ഹീറ്റ് ഫ്ലോ ത്രൂ എ ബോഡി പെർ യൂണിറ്റ് ടൈം ആണ്, അതായത് Q/T ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ ആണ്, അതായത് ഹീറ്റ് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഏത് ഡയറക്ഷനിലുള്ള ഹീറ്റ് ഫ്ലോ ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബോഡിയുടെ ഏരിയ ആണ്. നെക്സ്റ്റ് വൺ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, രണ്ട് ഫേസുകൾക്കിടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഡി എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത് ആണ്, ഫ്ലോ നടക്കുന്ന ഹീറ്റ് ഫ്ലോ നടക്കുന്ന ബോഡിയിലൂടെ ഹീറ്റ് ഫ്ലോ നടക്കുന്ന ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഡയറക്ഷണൽ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡി എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി. ഇനി അസംഷൻസിലേക്ക് പോകാം. ഫൊറിയറുടെ മെയിൻ അസംഷൻസുകളിലൊന്ന് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലാണ് കണ്ടക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് ഏത് പ്രോപ്പർട്ടി ഏത് പ്രോസസ് എടുത്താലും അതെല്ലാം നടക്കുന്നത് എന്തിൻ്റെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തതാണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈമാണ്. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലോ നടക്കുന്നത് യൂണി ഡയറക്ഷനിലായിട്ടാണ്, അതായത് നമുക്ക് എക്സ് വൈ സെഡ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ലെങ്ത് കാണും, വിഡ്ത്ത് കാണും, ഹൈറ്റ് കാണും. ഒരു ബോഡിയുടെ കേസിൽ ഹീറ്റ് ഫ്ലോ നടക്കുന്നതിൽ ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത് ഇതെല്ലാം കൺസിഡറബിൾ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ലെങ്ത് ആണെങ്കിൽ ലെങ്ത്, അല്ലെങ്കിൽ വിഡ്ത്ത്, അതല്ലെങ്കിൽ ഹൈറ്റ്, ഏതെങ്കിലും ഒറ്റ ഡയറക്ഷനിലുള്ള എക്സ് വൈ ഇസഡ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ഫ്ലോയെ മാത്രമേ ഇവിടെ നമ്മൾ അസംഷനിൽ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനെ കുറിച്ചാണ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നു. അതായത് ഒരു ഹീറ്റ് ഫ്ലോ നടക്കുന്ന ബോഡിയുടെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആ ലെങ്ത് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഏത് പോയിന്റുകൾക്കിടയിൽ ഉള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ലെങ്തിനും അത് സെയിം ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിരിക്കുമെന്ന് മീൻ ചെയ്യുന്നു. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് അത് ആ ബോഡിയിൽ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ നടക്കുന്ന ഹീറ്റ് കണ്ടക്ഷൻ നടക്കുന്ന ആ ബോഡിയിൽ യാതൊരുള്ള ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത അസംഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് ബൗണ്ടറി എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്, ഐസോതെർമലാണ്. നെക്സ്റ്റ് വന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ള അസംഷനും. സെക്കൻഡ് വൺ ഐസോട്രോപിക് ആണ്. ഹോമോജീനിയസ് മീൻസ് ആ മെറ്റീരിയൽ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ എല്ലാ കോമ്പോസിഷൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടും സെയിം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഐസോട്രോപിക് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഏത് പ്രോപ്പർട്ടി എടുക്കാനും, മെയിൻലി തെർമൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഡയറക്ഷണൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷനാണ്. നെക്സ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് നമുക്ക് ഇക്വേഷൻ, ഫോറിയർ ലോ ഇക്വേഷൻ്റെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാം. അതായത് നമുക്കറിയാം H is equal to KA ഡെൽറ്റ T ബൈ ഡി എന്നാണ് നമുക്കറിയാം. ഇതിനകത്ത് H is equal to K എന്ന് പറയാം. എപ്പോഴാണ് ഏരിയ is equal to 1, ഡെൽറ്റ T by D is equal to 1. അത് തന്നെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി. It is the amount of heat that will passes through a unit area of material at a unit temperature gradient per unit time. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ എഴുതിയിട്ടുള്ള യൂണിറ്റ് ടൈം. ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഓർ ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് റേറ്റ് ഓഫ് ഹീറ്റ് ദാറ്റ് വിൽ പാസസ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഓഫ് മെറ്റീരിയൽ അറ്റ് എ യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. H is equal to K at A is equal to 1 and delta T by T is equal to 1. അതാണ് ഇതിൻ്റെ മീനിങ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ഓർ വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഓക്കെ, അതെങ്ങനെ വന്നു നമുക്കറിയാം. അതായത്
K is equal to H A delta T ആണ്. Hൻ്റെ എന്ന് പറഞ്ഞാൽ വാട്ട് ആണ്. D എന്ന് പറയുന്നത് മീറ്റർ, A എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ, ഡെൽറ്റ ടി ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ. ഓക്കെ, അപ്പോൾ വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ഓർ വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ട്സിലേക്ക് പോകാം. ഇത് ഗേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റലുകളുടെ തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റൽ സ്പേസിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിക്സ് വൈബ്രേഷൻസും ലാറ്റിസ് വൈബ്രേഷൻ നോർമലി നോ പ്രോബ്ലം, ബട്ട് ഫ്രീ ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റ്സുകളിൽ സം റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ റീസൺ. നെക്സ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡിനെ ബേസ് ചെയ്താണ്. നെക്സ്റ്റ് വൺ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലിക്വിഡ് ഈസ് യൂഷ്വലി ഇൻസെൻസിറ്റീവ്. പ്രഷറിനനുസരിച്ച് ഇൻസെൻസിറ്റീവ് ആണ്, പക്ഷേ എക്സെപ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റുകളിൽ അത് ചില വേരിയേഷൻസുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസിലോട്ട് പോവുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. കാരണം അതിൻ്റെ മോളിക്കുലർ ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ, മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിൻ റീസൺ. അത് കൊളിഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ പറയാൻ കൊളിഷനാണ് മെയിനായിട്ടും ഗേഷ്യസ് ഫോംസിലുള്ള അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയ്ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതോളം കൊളിഷൻ റേറ്റ് കൂടും, അതുവഴി തെർമൽ കണ്ടക്ടിവിറ്റി ഒരു ഗ്യാസിൻ്റെ കണ്ടക്ടിവിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രഷറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഇൻഡിപെൻഡൻ്റ് ആണ്, മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, എക്സെപ്റ്റ് ഇൻ സം കേസസ്, എക്സ്ട്രീം കേസസ്, വാക്കത്തിൻ്റെ കേസിൽ മാത്രം അതൊരു എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വന്ന് തെർമൽ റെസിസ്റ്റൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ പല പ്രോബ്ലത്തിലും യൂസ് ചെയ്യുന്ന ഒരു മെയിൻ പോയിൻ്റ് ആണ്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അനലോഗിയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും ഇലക്ട്രിക്കൽ ഫ്ലോയും തമ്മിൽ ഉള്ള ഒരു അനലോഗിയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. എച്ച് എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം ആണ്. ഓക്കെ, ഐ എന്ന് പറയുന്നത് ക്യൂ ബൈ ടി, അതായത് ക്യൂ ചാർജ് ഡിവൈഡ് ബൈ ടൈം, അതായത് ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ടൈം ആണ് ഐ. ഓക്കെ, രണ്ടും അപ്പോൾ ഫ്ലോ ആണ്. അടുത്തത് എച്ചിന് കാരണമാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി എങ്കിൽ ഇവിടുത്തത് വോൾട്ടേജ് ഡിഫറൻസ് ആയിട്ടുള്ള വി ആണ്. നെക്സ്റ്റ് ആർ ആണ്. അപ്പം ഈ ആർ എന്ന് പറയുന്നത് ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ ഡി ബൈ കെ ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് തെർമൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ഷൻ. ഡി ബൈ കെ ഈസ് ഇക്വൽ ടു ആർ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയാം, ആർ ടി എന്ന് പറയാം, തെർമൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് പോലെ ഒരു പോയിന്റാണ് തെർമൽ കണ്ടക്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് തെർമൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1/r എന്ന് പറയുന്നത് വിളിക്കുന്ന പേരാണ് തെർമൽ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനോട്ടുള്ള എല്ലാ റൂളുകളും, പാരലൽ, സീരീസ് റൂളുകൾ എല്ലാം തന്നെ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, തെർമൽ റെസിസ്റ്റൻസിനകത്തും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ പല പ്രോബ്ലത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സീരീസിൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ടാണെങ്കിൽ R is equal to R1 plus R2 എന്ന് നമ്മൾ പറയും, R2 എന്ന് നമ്മൾ പറയും. ഇനി രണ്ടും പാരലാണെങ്കിൽ എന്ത് പറയും, 1/R is equal to 1/R1 plus 1/R2 എന്ന് പറയും. ഓക്കെ, അപ്പം ഈ രണ്ട് ഫോർമുലസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് തെർമൽ ഡിഫ്യൂസിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. തെർമൽ ഡിഫ്യൂസിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഹീറ്റ് ഫ്ലോ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഒരു ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ കണ്ടക്ഷൻ ആണോ അതോ ആ ഹീറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ബോഡിയുടെ സ്റ്റോറിങ് കപ്പാസിറ്റി ആണോ കൂട്ടുന്നത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ഇതാണോ ചാൻസ് ആണോ കൂടുതൽ എന്നുള്ളത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ആൽഫ, അല്ലെങ്കിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി. തെർമൽ ഡിഫ്യൂസിവിറ്റി ഈസ് ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു കെ ബൈ റോ സി ആണ്. കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തെർമൽ കണ്ടക്റ്റൻസ്, റോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹീറ്റ് കപ്പാസിറ്റി. നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു കെ ബൈ റോ സി. ആ റോസിക്ക് അങ്ങനെ കിട്ടുന്ന ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി
അല്ലെങ്കിൽ Q is equal to rho C delta T into വോളിയം ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് യൂണിറ്റ് വോളിയം, യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, ടെമ്പറേച്ചർ ഡിഫറൻസും എടുത്താൽ, അല്ലെങ്കിൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ T 1 വോളിയം 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ Q is equal to rho C. അത് സ്റ്റോർഡ് എനർജിയാണ്. K എന്ന് പറയുന്നത് Q is equal to K delta T. അപ്പം അവിടുത്തെ കേസിൽ K ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹീറ്റ് പ്രൊപ്പഗേഷനെയാണ്. ഓക്കെ, ഇനി ആൽഫയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇനി ആൽഫ എങ്ങനെ നമുക്ക് ആൽഫ കെ റോസി എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു കെ ബൈ റോസി ആണ്. ഓക്കെ, ആൽഫയുടെ വാല്യൂ ഹൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അതായത് ഒരു കേസിൽ ആൽഫയുടെ വാല്യൂ ഹൈ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒന്നുകിൽ കെ ഹൈ ആയിരിക്കണം, റോസി വാല്യൂ ലോ ആയിരിക്കണം. അതായത് ആൽഫ ഹൈ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ മെറ്റൽസിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കേസ് ആൽഫ കൂടുതലാണ്, കാരണം കെ വാല്യൂ കൂടുതലാണ്. കെ വാല്യൂ തെർമൽ കണ്ടക്ഷൻ, അതായത് കൊടുക്കുന്ന ഹീറ്റ്, ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അടുത്തടുത്ത പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. കൊടുക്കുന്ന ഹീറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹീറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാനായിരിക്കും ചാൻസ് ഉള്ളത്. അപ്പം മെറ്റൽസിൻ്റെ കേസിൽ ആൽഫ കൂടിയിരിക്കും. ഓക്കെ, ഇനി മറ്റുള്ള മെറ്റീരിയൽസിലേക്ക് പോവുകയാണെങ്കിൽ ചില മെറ്റീരിയൽസിന് ആൽഫയുടെ വാല്യൂ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അതിന് റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ ആൽഫയുടെ വാല്യൂ കുറയാനുള്ള റീസണായിട്ട് നമുക്ക് പറയാം കെയുടെ വാല്യൂ കുറവായിരിക്കും, തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ റോസി വാല്യൂ കൂടുതലായിരിക്കും. അതായത് കൊടുക്കുന്ന ഹീറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തിനുള്ള ചാൻസ് കുറവായിരിക്കും, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. അപ്പം ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.